സിമെന്റ്സ് എനർജി ഇന്ത്യ ലിമിറ്റഡ് അവരുടെ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മില്യണിലാണ്. ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്ന കോടിയിലാണ്. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 2645 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1784 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 42% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 2078 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 27% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ 2682 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1837 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 46% ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 2080 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 29% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 2204 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1465 കോടിയാണ്. 1485 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 48% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 1715 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 29% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 359 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 262 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ഒരു 37% കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 273 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 31% പ്രോഫിറ്റ് കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 10.1 പൈസയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ 7.38 പൈസയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 37% EPS കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ EPS എത്രയായിരുന്നു? 7.69 പൈസയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 31% കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയർ നമുക്ക് ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ എക്സ്പെൻസും ഇയർ ടു ഇയറും ക്വാർട്ടർ ടു ക്വാർട്ടറും കൂടിയതായിട്ട് കാണാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അതുപോലെ EPS ആണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും.